Hi friends, welcome back to another video of Innovation Factory. Hope all are good. ഈ ഒരു വീഡിയോയില് എക്സ്ചേഞ്ച് ഓണിനെ കുറിച്ചിട്ടുള്ള ഒരു പ്ലാൻ പ്രസന്റേഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത്. കാരണം ഈ ഒരു കമ്പനി ഇന്നോവേഷൻ ഫാക്ടറി എന്ന് പറഞ്ഞ കമ്പനിയാണ് നമുക്ക് എക്സ്ചേഞ്ച് ഓൺ ഡെവലപ്പ് ചെയ്ത് തന്നിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു കമ്പനിക്ക് സ്വന്തമായിട്ട് ബ്ലോക്ക് ചെയിനും അതുപോലെ തന്നെ അവരുടേതായ BFIC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലോക്ക് ചെയിനും BFIC എന്ന കോയിനും അതുപോലെ തന്നെ ബി ലവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോക്കണും അതുപോലെ തന്നെ വലിയൊരു എക്കോസിസ്റ്റം തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കമ്പനിയാണ്. കുറേയധികം പ്രോജക്റ്റുകൾ ഈ കമ്പനിക്ക് ഉണ്ട്. കഴിഞ്ഞ 5 വർഷമായിട്ട് മാർക്കറ്റിൽ എന്താണ് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അവരുടെ ഒരു എക്സ്ചേഞ്ച് നമുക്കറിയാം, ഇപ്പൊ ബിനാൻസിന് BNB ബ്ലോക്ക് ചെയിനിൽ വരുന്നതാണ്. അതുപോലെ തന്നെ BSC മെയിൻ നെറ്റിൽ വരുന്നതാണ് BNB. അതുപോലെ തന്നെ അവരുടെ തന്നെ ബിനാൻസ്. അതേപോലെ തന്നെ നമുക്ക് ഒരു ബ്ലോക്ക് ചെയിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു എക്കോസിസ്റ്റത്തിലുണ്ട്. സ്വന്തമായിട്ട് വാലറ്റ് ഉണ്ട്, സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ഉണ്ട്, അതായത് ഡിസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു എല്ലാ പ്രോജക്റ്റിലും ഇവരുടേതായ ഒരു യൂണിക്നെസ് അല്ലെ, ഇന്നോവേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പുതുതായ കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയകൾ എപ്പോഴും കൊണ്ടുവരുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അവിടെയാണ് നമുക്ക് എക്സ്ചേഞ്ച് എന്ന് കുറിച്ചിട്ട് കമ്പനി പറയുന്നത്. അപ്പൊ എന്താണ് എക്സ്ചേഞ്ച്? വേൾഡ് ഫസ്റ്റ് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ഫോർ ഫ്യൂച്ചർ ആൻഡ് ആർബിട്രറി ട്രേഡിംഗ്. ഓക്കെ, ലോകത്ത് തന്നെ ആദ്യമായിട്ട് ഒരു ആർബിട്രറി ട്രേഡിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു ജസ്റ്റ് പ്ലാറ്റ്ഫോം അല്ല, ഒരു എക്സ്ചേഞ്ച് ആണ് ഈ ഒരു എക്സ്ചേഞ്ച് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പൊ അതായിട്ട് നമുക്ക് കഴിഞ്ഞ എന്താ പറയാ ജൂൺ മാസത്തിൽ ദുബായ് ക്രിപ്റ്റോ എക്സ്പോയിൽ അതിന്റെ അവാർഡുകളൊക്കെ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഏറ്റവും കൂടുതൽ ക്രൗഡ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു എക്സ്പോയില് ഈ എക്സ്ചേഞ്ച് ഓണിന്റെ ഈ ഒരു കൗണ്ടറിലായിരുന്നു. അപ്പോൾ ഇതൊരു വലിയൊരു എക്സ്പോ തന്നെയായിരുന്നു. അത് നമുക്ക് വേൾഡ് ഫസ്റ്റ് സെൻട്രലൈസ്ഡ് ആർബിട്രറി ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആയിട്ട് ഈ എക്സ്ചേഞ്ച് ഓണെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്ചേഞ്ചിൽ ഇപ്പൊ നിലവിലെ ആർബിട്രറി ട്രേഡിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ബട്ട് വെരി സൂൺ വിത്തിൻ എ മാറ്റർ ഓഫ് 2-3 months, ഇപ്പൊ നമ്മൾ ഈ വീഡിയോ കണ്ട് നമ്മൾ എന്നാണ് ഈ വീഡിയോ കാണുന്നത് അവിടുന്ന് ഒരു ഈ ഒരു വീഡിയോ കാണുന്നത് ആ സമയമാകുമ്പോഴേക്കും ചിലപ്പോൾ എന്താണ് നമ്മുടെ സ്പോട്ട് ട്രേഡിങ്ങും ഫ്യൂച്ചർ ട്രേഡിങ്ങും PTP ഒക്കെ ലൈവ് ആയിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ നിലവില് ആർബിട്രറി ട്രേഡിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കമ്പനി ഇത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓരോ ഫീച്ചേഴ്സും ഇപ്പോൾ സ്പോട്ട് ട്രേഡിംഗ് ആയാലും നമുക്ക് അവിടെ എന്താ പറയാ കൂടുതൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഫ്യൂച്ചർ ട്രേഡിംഗ് വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് വളരെ എന്താ പറയാ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് മെത്തേഡാണ് ഫ്യൂച്ചർ ട്രേഡിംഗ്. അപ്പൊ അതിൽ ലിക്വിഡേറ്റ് പോകാനായിട്ടുള്ള നമ്മുടെ ഫണ്ട് ലിക്വിഡേറ്റ് ചെയ്തിട്ട് പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. പക്ഷെ ഇവര് അവകാശപ്പെടുന്നത് ഇവരുടെ ഫ്യൂച്ചർ ട്രേഡിംഗിൽ ഒരിക്കലും ലിക്വിഡേറ്റ് ആവില്ല, അതിനുള്ള ടെക്നിക്സ് ഇതിൽ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ P2P ട്രേഡിംഗ്. അപ്പോൾ അവരെ ഓരോ പ്രൊജക്റ്റിലും അതിൻ്റെതായ യൂണിക്നെസ് കൊണ്ടുവരുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ നിലവിലെ ആർബിട്രറി ട്രേഡിംഗ് ആണ് ലൈവ് ആയിട്ടുള്ളത്. സോ വാട്ട് ഈസ് ആർബിട്രറി ട്രേഡിംഗ്? എന്താണ് ആർബിട്രറി ട്രേഡിംഗ്? ആർബിട്രറി ട്രേഡിംഗ് ഇൻ ക്രിപ്റ്റോ കറൻസി ഈസ് ദ പ്രാക്ടീസ് ഓഫ് ബൈങ് എ cryptocurrency at the lower price on one exchange and selling it on higher price on another exchange. എന്താണ്, നമുക്ക് ഒരു പർട്ടിക്കുലർ കോയിനെ ഒരു എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങി വേറെ ഒരു എക്സ്ചേഞ്ചിൽ കൊണ്ടുപോയി സെല് ചെയ്യുന്ന രീതിയാണ് ആർബിട്രറി ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതൊന്ന് ചെക്ക് ചെയ്യുക, ഇത് പോസിബിൾ ആണോ എന്നുള്ളത്. അപ്പൊ അതിനായിട്ട് നമ്മൾ പോകുന്നത് എവിടെയാണ്? CMC കോയിൻ മാർക്കറ്റ് ക്യാപ്പിലാണ് നമ്മൾ പോകുന്നത്. കോയിൻ മാർക്കറ്റിൽ പോയിട്ട് നമുക്കിപ്പോ നോക്കിയുള്ളൂ ബിറ്റ് കോയിൻ, ഇത് ഓരോ കോയിൻസും റാങ്ക് വൈസ് കൊടുത്തിട്ടുണ്ട്. ബിറ്റ് കോയിൻ, എത്തേരിയം, USDT, XRP, BNB, സോൾ അങ്ങനെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള കോയിൻ ആയിട്ടുള്ള BTC ബിറ്റ് കോയിൻ നമ്മൾ സെലക്ട് ചെയ്യാണ്. നമ്മളിവിടെ മാർക്കറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഏതൊക്കെയാണ് മാർക്കറ്റ് കാണാൻ സാധിക്കും എന്ന് വെച്ചാൽ മാർക്കറ്റ് ഇൻ ദ സെൻസ് എക്സ്ചേഞ്ചസ് എവിടേക്കാണ് ഇത് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ബിനാൻസ് ഉണ്ട്, ബൈബിറ്റ് ഉണ്ട് അല്ലെ, കോയിൻ ബേസ്, അപ്ബിറ്റ്, OKX, ബിറ്റ്ഗെറ്റ്, MESC അങ്ങനെ കുറെ എക്സ്ചേഞ്ചുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോ ബിനാൻസിൽ $1,06,542 ഈ ഒരു ബിറ്റ് കോയിന്റെ റേറ്റിംഗിൽ. ഇതേ സംഭവം അഡ്ബിറ്റിൽ നോക്കി കഴിഞ്ഞാൽ 1,07,452 കാണുന്നത്. അപ്പോൾ ഇവിടെ ഡിഫറൻസ് സംഭവം ബിറ്റ് കോയിൻ തന്നെയാണ്, പക്ഷെ ബിനാൻസിൽ ഒരു റേറ്റ് ആണ്, അബ്ബിറ്റിൽ പോകുന്ന സമയത്ത് ഈ ഒരു റേറ്റ് ആണ്, ഹയർ റേറ്റ് ആണ്.
അപ്പൊ നമ്മുടെ ഈ ഒരു ബോട്ട് എന്ത് ചെയ്യുന്നതും ഇവിടെ നിന്ന് വാങ്ങി വേറൊരു എക്സ്ചേഞ്ചിൽ കൊണ്ടുപോയിട്ട് സെല് ചെയ്യുന്ന രീതിയാണ് അല്ലെ, ഈ ഒരു പറയുന്ന അബിറ്റിൽ കൊണ്ടുപോയി സെല് ചെയ്യുന്ന ഒരു രീതിയാണ്. അതിന് വരുന്ന മാർജിൻ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് എപ്പോഴും മാർക്കറ്റാണ്, നമുക്കറിയാം അപ്പ് ഡൗൺ ഇരിക്കും അല്ലെ. അപ്പൊ അത് മോണിറ്റർ ചെയ്ത് ചെയ്യാന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ക്രാന്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോട്ട് കമ്പനി ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ക്രാന്തി ബോട്ടാണ് നമുക്ക് വേണ്ടി എന്താണ് ആർബിട്രേജ് ട്രേഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അണ്ടർസ്റ്റാൻഡ്? അപ്പോ കാരണം വളരെ എന്താ പറയാ എക്യുറേറ്റ്സ് ആയിട്ട്, കാരണം ഇത് നമുക്കറിയാം മാർക്കറ്റാണ് 24 hours ഇത് ചലനങ്ങളും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ വളരെ മോണിറ്ററിങ് ചെയ്ത് അതിൽ നമുക്ക് വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡ് മാത്രമാണ് എടുക്കുള്ളൂ എന്നുള്ളതാണ്. ലോസ് ട്രേഡ് നമുക്ക് എടുക്കില്ല, കാരണം ലോസ് കണ്ടു കഴിഞ്ഞാല്, കാരണം ലോസ് ആയ ട്രേഡ് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല, റൈറ്റ് ഓർ നോട്ട്. ലോസ് ആവുന്ന ട്രേഡ് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ലോസ് ഇല്ലാത്ത ട്രേഡുകൾ എന്ന് വെച്ചാൽ പ്രോഫിറ്റുകൾ മാത്രം എടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഇതിൽ കമ്പനി ഡെവലപ്പ് ചെയ്തത്. ഇതൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബോട്ടാണ് അല്ല. ഇന്നത്തെ ഈ ഒരു AI യുഗത്തില് നമുക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് കമ്പനി കഴിഞ്ഞ 3 വർഷമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ് ഈ എക്സ്ചേഞ്ച് ഓൺ ക്രാന്തി ബോട്ട്. എന്താണ് ക്രാന്തി മീൻസ്? റെവല്യൂഷൻ. അപ്പൊ ഇതൊരു റെവല്യൂഷൻ തന്നെയാണ്, നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ എന്താ പറയാ കുറെ മാസങ്ങളിലായിട്ട് എല്ലാ ദിവസവും നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതെന്താണ് കമ്പനി ചെയ്യുന്നത്? നമുക്കിവിടെ 35 എക്സ്ചേഞ്ചുകളിൽ കോർപ്പറേറ്റ് അക്കൗണ്ടുകൾ കമ്പനി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 35 എക്സ്ചേഞ്ചുകളിൽ അത് ടോപ്പ് എക്സ്ചേഞ്ചുകളാണ്. ഇപ്പോൾ ബിനാൻസ്, കൂകോയിൻ, അതുപോലെ തന്നെ ബൈക്കോണോമി, ബൈബിറ്റ്, പോളിനെക്സ്, ഡിജി ഫിനിക്സ്, അങ്ങനെ കുറേയധികം എക്സ്ചേഞ്ചുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ എക്സ്ചേഞ്ചുകളിൽ നമുക്ക് എന്തുണ്ട്? നമുക്ക് കോർപ്പറേറ്റ് അക്കൗണ്ടുകൾ ഉണ്ട്. അപ്പോൾ ഒരു എക്സ്ചേഞ്ച്, ഒരു കോർപ്പറേറ്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് $100 $200 ട്രേഡിംഗ് അല്ല അതിൽ ചെയ്യാം, റൈറ്റ്? അപ്പോൾ അതിലാണ് നമുക്ക് എന്താണ്, നമുക്കൊരു ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്ത് ഒരു അക്കൗണ്ടിൽ നിന്ന് വേറൊരു അക്കൗണ്ടിലേക്ക്, അല്ലെങ്കിൽ ഒരു എക്സ്ചേഞ്ചിൽ നിന്ന് വേറെ എക്സ്ചേഞ്ചിലേക്ക് ട്രേഡിംഗ് ചെയ്യാണ്. അപ്പോൾ എവിടെയാണോ പ്രൈസ് കുറവുള്ളത് അവിടെ നിന്ന് മേടിക്കുന്നു, എവിടെയാണ് പ്രൈസ് കൂടുതലുള്ളത് അവിടെ നമ്മൾ സെല്ല് ചെയ്യുന്ന ഒരു രീതിയാണ് ഉള്ളത്. അപ്പൊ അതിനുവേണ്ടി ഇവിടെ കമ്പനി എന്ത് ചെയ്യുന്നു? 2 എക്സ്ചേഞ്ചിലും ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്ത് വെക്കാണ്. ബിനാൻസിലും നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എത്തേരിയം എന്ന് പറഞ്ഞ ഒരു കോയിനാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് വിചാരിക്കുക. ഓക്കെ, ബിനാൻസും ബിറ്റ്മാർട്ടും ഇടയിലാണ് ട്രേഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, ബിറ്റ്മാർട്ട് ഒരു എക്സ്ചേഞ്ച് ആണ്, ബിനാൻസ് ഒരു എക്സ്ചേഞ്ച് ആണ്. നമ്മൾ ട്രേഡ് ചെയ്യുന്ന കോയിൻ ഏതാണ്? എത്തേരിയം. ഓക്കെ, അപ്പോ നമ്മുടെ കമ്പനിയോടെ പറയുന്നത് എന്താണ്? നമ്മൾ ബിനാൻസിൽ USDT വെക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡോളർ വെക്കുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മൾ എത്തേരിയം വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബിറ്റ്മാർട്ടില് USDT വെക്കുന്നുണ്ട്, എത്തേരിയം വെക്കുന്നുണ്ട്. അപ്പോൾ അക്കോർഡിംഗ് ടു ദ മാർക്കറ്റ് അപ്പ് ആവുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള എന്താ പറയാ എത്തേരിയം ഇപ്പൊ ബിനാൻസിലാണെങ്കിൽ ബിനാൻസിൽ സെല് ചെയ്യുന്നു, അല്ലെങ്കിൽ മാർക്കറ്റ് ഡൗൺ ആവുന്ന സമയത്ത് എന്ന് വെച്ചാല് ലോ പ്രൈസിൽ നമുക്ക് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള USDT ഉപയോഗിച്ചിട്ട് ബിറ്റ്മാർട്ടിൽ നിന്ന് നമ്മളത് ബൈ ചെയ്യുന്നു. അപ്പോൾ വളരെ വലിയ ഇറ്റ്സ് എ ഗെയിം ഓഫ് ലിക്വിഡിറ്റി അല്ലെ. ലിക്വിഡിറ്റി ഉണ്ടാകുന്നതനുസരിച്ച് കൂടുതൽ പ്രോഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവിടെ എന്താണ് 35ഓളം എക്സ്ചേഞ്ചുകളായിട്ട് നമ്മൾ ഓൾറെഡി ടൈപ്പ് ചെയ്തിട്ടുണ്ട്, കോർപ്പറേറ്റ് അക്കൗണ്ടുകൾ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ബൈൻഡിങ് ചെയ്തിട്ടുള്ളത് 8 എക്സ്ചേഞ്ചുകളാണ്. ഇപ്പൊ നിലവിൽ 8 എക്സ്ചേഞ്ചുകളാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. കമ്മ്യൂണിറ്റി കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് കൂടുതൽ എക്സ്ചേഞ്ചുകളിലേക്ക് നമ്മൾ ബൈൻഡിങ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എന്താണ് 1000 മാർക്കറ്റ് പ്ലേയേഴ്സ് ഉണ്ട്, 2000-ലധികം ക്രിപ്റ്റോകളായിട്ടാണ് നമ്മൾ ടോപ്പ് ക്രിപ്റ്റോ കറൻസികളിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുക. ഓക്കെ, നല്ല ലിക്വിഡിറ്റിയും ഒക്കെ ഉള്ള ഒരു നല്ല പ്രൊജക്റ്റുകളൊക്കെ ഉള്ള ഏതെങ്കിലും കോയിൻസിലായിരിക്കും നമ്മൾ കൂടുതൽ ട്രേഡ് ചെയ്യുക നമ്മുടെ ബോട്ട്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കാം. ഇപ്പൊ ഇവിടെ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഒരു $100 ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പ്രോജക്റ്റിലേക്ക് വരാനായിട്ട് സാധിക്കും. $100, അതെ. ഇവിടെ ഇപ്പൊ നിലവിൽ $100 പാക്കേജ് ആണ്. $100 പാക്കേജ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് $100 പ്ലസ് $1 എന്താണ്, നമുക്ക് $1 ആക്ടിവേഷൻ ഫീ ആയിട്ട്, വെറും ഒരൊറ്റ ഡോളറാണ് വേണ്ടത് നമുക്ക് ആക്ടിവേഷൻ ഫീ ആയിട്ട് കൊടുക്കുന്നു. അപ്പൊ അതിന്റെ പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നു 180. അപ്പൊ നമ്മൾ ഈ കൊടുക്കുന്ന $100, നമുക്കറിയാം $100 ഉപയോഗിച്ചിട്ട് ഒരിക്കലും ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ആക്ച്വലി കാരണം ചെയ്യാനായിട്ട് സാധിക്കും, പക്ഷെ ചെറിയൊരു പ്രോഫിറ്റ് ആണ് നമ്മൾ എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് ഇവിടെ എന്താണ് കമ്പനി ചെയ്യുന്നത്? ഈ $100
അല്ലെ? ഇതേപോലെ സബ്സ്ക്രിപ്ഷൻ, ഇപ്പൊ നമ്മളൊരു സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന സമയത്ത് ഈ സിസ്റ്റം ജോയിൻ ചെയ്തവർക്ക് അറിയാം, ജോയിൻ ചെയ്യുന്ന സമയത്ത് അത് ക്യൂവിലാണ് പോകുന്നത്, അല്ലെ? വിത്തിൻ 24 hours, ചിലപ്പോൾ 12 hours 15 hours 20 hours അല്ലെങ്കിൽ 24 hours ഉള്ളിലായിരിക്കും അത് നിങ്ങളുടെ ട്രേഡ് സ്റ്റാർട്ട് ആവും. ദാറ്റ് മീൻസ് ഒരു 2000 സബ്സ്ക്രിപ്ഷൻ ഒരു ബോട്ടിലേക്ക് കമ്പനി അലോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്ന് വെച്ചാല് നമ്മളിപ്പോ ഒരു $100 കൊടുത്തു കഴിഞ്ഞാല് അത് നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം വരുന്ന ആളുകൾ അല്ലെങ്കിൽ അതിന് മുന്നേ ജോയിൻ ചെയ്തുള്ള ആളുകളുടെ ഒരു 2000 പാക്കേജ് ആയി കഴിഞ്ഞാൽ 2000 സബ്സ്ക്രിപ്ഷൻ, ദാറ്റ് മീൻസ് $200,000, അല്ലെ? 2000 into 100, നമ്മൾ 100 ആണല്ലോ കൊടുക്കുന്നത്. അപ്പൊ $200,000 ആണ് ഒരു ബോട്ടിനായിട്ട് അലോട്ട് ചെയ്ത് കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? ഇതേപോലെ മൾട്ടിപ്പിൾ ബോട്ടുകൾ കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായി? അപ്പൊ ഈ 2000 സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന സമയത്ത് $200,000 ആയി അതൊരു ബോട്ടിന് കൊടുക്കുന്നു. അടുത്ത 2000 സബ്സ്ക്രിപ്ഷൻ ആവുന്നു, $200,000 ആവുന്നു, അത് വേറൊരു ബോട്ടിന് അലോട്ട് ചെയ്ത് കൊടുക്കുന്നു. ആ ബോട്ടുകളാണ് നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് തരുന്നത്. കാരണം $200,000 ഒക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ബിറ്റ് കോയിനിലൊക്കെ പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കുള്ളൂ. ഞാൻ നേരത്തെ കാണിച്ചില്ലേ? അപ്പോൾ വലിയ വോളിയത്തിൽ നമുക്ക് ട്രേഡ് ചെയ്ത സമയത്ത് നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാനുള്ള അവസരം ഇവിടെയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ യുണീക്നെസ് എന്ന് പറയുന്നത്. മാത്രമല്ല ഇവിടെ നമുക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന വ്യക്തിക്ക് $100 ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 180 ആണ് പ്രോഫിറ്റ് ക്യാപ്പ് കിട്ടുന്നത്. എന്ന് വെച്ചാല് നമ്മൾ കൊടുക്കുന്ന ഈ $100 എനി ടൈം, പല ആൾ ചോദിക്കാറുണ്ട്, സാർ $100 ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ വിഡ്രോ ചെയ്യാൻ പറ്റുമോ? അത് പറ്റില്ല. കാരണം അത് പോയി എവിടേക്ക് പോയി? നമ്മുടെ കോർപ്പറേറ്റ് അക്കൗണ്ടിൽ ലിക്വിഡിറ്റിയിൽ പോയി 24 hours ട്രേഡിംഗ് നോക്കിയിരിക്കുകയാണ്, എപ്പോഴാണ് ട്രേഡ് ചെയ്യാൻ പറ്റുക നോക്കിയിരിക്കുകയാണ്. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ നമ്മൾ $100 ഇൻവെസ്റ്റ്, ഇപ്പൊ നമ്മളിപ്പോ ഒരു എന്താണ് എന്താ പറയാ, നമ്മളിപ്പോ ഒരു ബാങ്കിലാണെങ്കിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലാണെങ്കിലോ ഒരു ഫണ്ട് ഇട്ട് കഴിഞ്ഞാല് അത് ഇത്ര ടൈമിന് വേണ്ടിയിട്ട് അത് ലോക്കഡ് ആയിരിക്കും, റൈറ്റ് ഓണോ? അല്ലാതെ നമുക്ക് എപ്പോഴും പോയിട്ട് എടുക്കാനായിട്ട് സാധിക്കില്ല, കാരണം അത് മാർക്കറ്റിലായിരിക്കും ആ പൈസ ഉണ്ടായിരിക്കാം. ഇതേപോലെ തന്നെ അത് ട്രേഡിങ്ങിലായിരിക്കും പോവുക. പക്ഷെ നമുക്ക് വരുന്ന പ്രോഫിറ്റ് ഡെയിലി നമുക്ക് $10 ആയി കഴിഞ്ഞാൽ വിഡ്രോ ചെയ്യാൻ സാധിക്കും. 10 മുതൽ 25 വരെ നമുക്ക് എന്താണ് $1 നമുക്ക് ഫീ ഉണ്ട്. ഓക്കെ, 25-ന് മേലെ വിഡ്രോ ചെയ്യാണ് എന്ന് വെച്ചാൽ $25 ആയതിനു ശേഷം നിങ്ങൾ വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോ ചാർജസ്, ചാർജ് ചെയ്യില്ല നിങ്ങൾക്ക്. ഓക്കെ, മാത്രമല്ല നമുക്ക് എല്ലാ ദിവസവും വിഡ്രോ ചെയ്യാൻ സാധിക്കും. ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ഡോളർ നമ്മുടെ വാലറ്റിലേക്ക് മെറ്റാമാസ്കോ അല്ലെങ്കിൽ ബിനാൻസോ അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റിലേക്ക് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ 180, അപ്പൊ നമ്മൾ എടുത്ത ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന $100 180 ആയിട്ട് നമുക്ക് കിട്ടുക. എന്ന് വെച്ചാൽ പ്രോഫിറ്റും അതുപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റൽ കൂടിയിട്ടാണ് ഈ 180 എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് 180 കിട്ടി പിന്നീട് നമുക്ക് $100 തിരിച്ചു തരും, അങ്ങനെയല്ല. സോ നമ്മൾ പറയുകയാണെങ്കിൽ $80 ആണ് നമുക്ക് പ്രോഫിറ്റ്. $100 നമുക്ക് കൊടുക്കുന്നു, $80 നമുക്ക് പ്രോഫിറ്റ് എടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇതൊരു ലോങ് റൺ പ്രൊജക്റ്റ് ആണ്. ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഇതിപ്പോ 1.8x ആണെന്നുണ്ടെങ്കിൽ അടുത്ത പാക്കേജുകൾ കമ്പനി ലൈവ് ആക്കുന്നതായിരിക്കും. മേ ബി ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്തൊക്കെ എന്താണ് ഓൾറെഡി ഈ 500-ന്റെയും 1000 പാക്കേജ് ഒക്കെ ലൈവ് ആയിട്ടുണ്ടാവും. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ $100 പാക്കേജ് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ 500 വരുന്ന സമയത്ത് 2x ആണ് കമ്പനി പറയുന്നത്. വെച്ചാൽ $500 ഇട്ട് കഴിഞ്ഞാൽ $1000 ഏൺ ചെയ്യാൻ പറ്റും. $5 ആക്ടിവേഷൻ ഫീസ് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇവിടെ 1000-ന്റെ വരുന്ന സമയത്ത് എത്രയാണ്? 2.2x, അല്ലെ? അതുപോലെ തന്നെ എത്രയാണ്? 2500. 2500 വരുന്ന സമയത്ത് പ്രോഫിറ്റ് വരുന്നത് 2.3x, ദാറ്റ് മീൻസ് 5750. അങ്ങനെ ഹയർ പാക്കേജുകൾ പോകുന്ന സമയത്ത് നമുക്ക് കൂടുതൽ എന്താണ് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളുണ്ട്. അതൊക്കെ ഡിഫറെന്റ് ബക്കറ്റുകളാണ്. അത് കമ്പനി ലൈവ് ആയിട്ടില്ല. കമ്പനിക്ക് ആ ഒരു ലിക്വിഡിറ്റി ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ബാക്കിയുള്ള എന്താണ് പാക്കേജുകളൊക്കെ കമ്പനി ലൈവ് ആക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതൊരു വണ്ടർഫുൾ പ്ലാൻ ആണ്, വണ്ടർഫുൾ ഒരു സിസ്റ്റം ആയിട്ടാണ് കമ്പനി ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നെ അടുത്ത ഒരു ഏണിംഗ് പൊട്ടൻഷ്യൽ എന്താണ്? KCP, ക്രാന്തി കമ്മ്യൂണിറ്റി പ്രോഗ്രാം. ഇതൊരു യൂണിക് പ്രൊജക്റ്റ് ആണ്. കാരണം നമുക്കറിയാം ഇവിടെ സ്പ്രെഡ് ഇൻകം, അടുത്തൊരു ഇൻകം എന്ന് പറയുന്നത് എന്താണ്? സ്പ്രെഡ് ഇൻകം, അല്ലെ? സോറി, ഇതിനു മുന്നേ തന്നെ വേറൊരു ഇൻകം കൂടി നമുക്ക് പറയാനുണ്ട്. ഒരാൾ നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ 5% നമുക്ക് കിട്ടുക. ഓക്കെ, എന്ന് വെച്ചാൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ 5%. $100 പാക്കേജ് എടുത്ത ഒരു വ്യക്തി വരികയാണെന്നുണ്ടെങ്കിൽ $5 നമുക്ക് എന്താണ് റെഫർ ഇൻകം ആയിട്ട് കിട്ടുകയാണ്. അപ്പൊ അതേ അക്കൗണ്ടിൽ തന്നെ, അല്ലാണ്ട് മൾട്ടിപ്പിൾ അക്കൗണ്ട് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ ഇത് എക്സ്ചേഞ്ച് ആണ്. KYC കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് മനസ്സിലാക്കുക. KYC ഇസ് വെരി മച്ച് മാൻഡേറ്ററി ഹിയർ.
ഇതിപ്പോ നമുക്ക് ബിനാൻസിൽ മൾട്ടിപ്പിൾ അക്കൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ആധാർ കാർഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഇതേപോലെ തന്നെ ഇത് എക്സ്ചേഞ്ച് ആണ്, അപ്പൊ ഒന്നോ രണ്ടോ മൂന്ന് അക്കൗണ്ടുകളൊന്നും എടുക്കാനായിട്ട് സാധിക്കില്ല. $100 മേലെ എന്താണ് നമുക്ക് വിഡ്രോ വേണമെങ്കിൽ നമുക്ക് എന്തായാലും KYC കമ്പൽസറി ആണ്. അപ്പൊ അതുകൊണ്ട് മൾട്ടിപ്പിൾ അക്കൗണ്ട് എടുക്കാതിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ഒരൊറ്റ അക്കൗണ്ട് വർക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ 18 വയസ്സിന് മേലെ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് യു ക്യാൻ ടേക്ക് ഡിഫറെന്റ് അക്കൗണ്ട്സ് ഇൻ ദർ നെയിം. ഓക്കെ. അപ്പൊ ഇവിടെ ഒരാളെ നമ്മൾ റെഫർ ചെയ്യുന്ന സമയത്ത് $5 ആണ് നമുക്ക് കിട്ടുക. ഇനി അതേ ഒരു പാക്കേജിൽ തന്നെ മൾട്ടിപ്പിൾ പാക്കേജസ് നമുക്ക് എടുക്കാൻ സാധിക്കും. എന്ന് വെച്ചാൽ 100ന്റെ ഒരു 5 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ $500, 500 പ്ലസ് $5 ആക്ടിവേഷൻ ഫീ, അങ്ങനെ എടുക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ 10 പാക്കേജ് ആണെന്നുണ്ടെങ്കിൽ 1000 പ്ലസ് $10, അതുപോലെ തന്നെ $1010 10 പാക്കേജ് എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഒരാളെ നമ്മൾക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് $5 ആണ് നമുക്ക് കിട്ടുന്നത്. 5 പാക്കേജ് എടുക്കുന്ന സമയത്ത് $25 നമുക്ക് ആസ് എ റെഫറൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുകയാണ് ചെയ്യുക. അപ്പൊ നമുക്ക് വിഡ്രോ ചെയ്യാം. ഓക്കെ. അപ്പൊ അതൊരു സെക്കൻഡ് ഇൻകം ആണ് നമുക്ക് വരുന്നത്. പിന്നെ മൂന്നാമത്തെ നമുക്ക് ഇവിടെ ഒരു ഇൻകം വരുന്നത് എന്താണ്, ക്രാന്തി KCP ക്രാന്തി കമ്മ്യൂണിറ്റി പ്രോഗ്രാം. അത് വണ്ടർഫുൾ ഇൻകം ആണ്. അത് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഗ്രോ ചെയ്യാണ് ചെയ്യാം. അതെന്താണ്, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ അല്ല നമ്മുടെ നമ്മുടെ ഡൗൺലൈനിൽ വരുന്ന ആളുകളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ 2.5%, അത് പ്രോഫിറ്റിന്റെ 2.5% നമുക്ക് കിട്ടുന്നതാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഒരു വ്യക്തി $100 ഇൻവെസ്റ്റ് ചെയ്യുന്നു, അദ്ദേഹത്തിന് $180 കിട്ടുന്നു. ആ $180 2.5%, ദാറ്റ് ഈസ് അറൌണ്ട് $2.5 അഡീഷണൽ നമുക്ക് കിട്ടുന്നു. അത് അറ്റ് എ ടൈം അല്ല നമുക്ക് കിട്ടുന്നത്, റെഗുലർ ആയിട്ട് കിട്ടുകയാണ് ചെയ്യാം, റെഗുലർ ആയിട്ട്. അപ്പോ ഇവിടെ ആദ്യത്തെ ലെവലിൽ നിന്ന് 2.5%. അപ്പൊ അത് കിട്ടാനായിട്ട് എന്ത് വേണം, 2 പേരെ നമ്മുടെ മെയിൻ ID, ഇത് ശ്രദ്ധിക്കുക. ചില ആളുകൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഒരു ജോയിൻ ചെയ്തു, അതിനുശേഷം അവരുടെ ഇപ്പോ പേരിൽ വേറൊരു ID ക്രിയേറ്റ് ചെയ്തു അല്ലെ, അതിനുശേഷമായിരിക്കും നമ്മൾ ടീം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ആദ്യത്തെ IDയിൽ 2 പേരെ നമ്മൾ ഡയറക്റ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഫസ്റ്റ് ലെവലിന്റെ ക്വാളിഫിക്കേഷൻ കിട്ടുള്ളൂ, ക്വാളിഫൈഡ് ആകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ 2.5% കിട്ടണമെങ്കിൽ ആദ്യത്തെ ലിങ്കിൽ നിന്ന് 2 പേരെ ചേർത്തണം. 4 പേരെ ചേർത്തിയാലാണ് എന്താണ് സെക്കൻഡ് ലെവൽ ഇൻകം കിട്ടുള്ളൂ. ഓക്കെ. 6 പേരെ ചേർത്തിയായിട്ട് തേർഡ് ലെവൽ ഇൻകം കിട്ടുള്ളൂ. സോ മൾട്ടിപ്പിൾ ഓഫ് 2. അങ്ങനെ 2, 4, 6, 8, 10, 12, 14, 16, 18, 20 പേരെ ഡയറക്റ്റ് കൊടുത്താലേ 10 ലെവൽ ഇൻകം നമുക്ക് കിട്ടും. ഓക്കെ. 2.5% വെച്ചിട്ട് ഈച്ച് ലെവൽ, 10 ലെവൽ എന്ന് പറയുമ്പോൾ എന്താണ്, 25% കമ്പനി ഇവിടെ സ്പ്രെഡിംഗ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. 5% നമുക്കിവിടെ ഡയറക്റ്റ് ഇൻകം, അങ്ങനെ ടോട്ടൽ 30% ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നത്. ഓക്കെ. അപ്പൊ നല്ലൊരു പ്ലാൻ ആണ്. ഇവിടെ മനസ്സിലാക്കുക, ആദ്യത്തെ 1, 2, 3 ലെവലിൽ നമുക്ക് ഇൻകം കിട്ടണമെങ്കിൽ ക്രൈറ്റീരിയ എന്ന് വെച്ചാല് നമ്മൾ ഇത്ര സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നുള്ള ക്രൈറ്റീരിയ ഇല്ല. പക്ഷേ 4ാമത്തെ പാക്കേജ് മുതൽ നമുക്ക് ക്രൈറ്റീരിയ കമ്പനി തന്നിട്ടുണ്ട്. യു മസ്റ്റ് ഹാവ് എ 2 സബ്സ്ക്രിപ്ഷൻ. എന്നതിന് വേണ്ടിയിട്ട് 4ാമത്തെ ലെവൽ കിട്ടണമെങ്കിൽ മിനിമം $200 നമ്മുടെ ഓൺ സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കണം. സെൽഫ് സബ്സ്ക്രിപ്ഷൻ 200, 2 പാക്കേജ് എടുത്തിരിക്കണം. എന്നാൽ മാത്രമാണ് 4ാമത്തെ ലെവൽ ഇൻകം നമുക്ക് കിട്ടുള്ളൂ. 5ാമത്തെ കിട്ടണമെങ്കിൽ എന്താണ്, നമ്മുടെ സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് $400 ആയിരിക്കണം. ഓക്കെ. അതേപോലെ തന്നെ അടുത്തത് എന്താ പറയാ, 6ാമത്തെ ലെവൽ കിട്ടണമെങ്കിൽ നമ്മൾ $600, പിന്നെ $800, 1000, 1200, അതുപോലെ 1400. ആ രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു ഗുണം നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ചെറിയ ടീമിന് ക്രിയേറ്റ് ചെയ്ത് ഒരു 20 പേരെ ടീം ക്രിയേറ്റ് ചെയ്യുന്നത് കൂടിയിട്ട് ഒരു കൺസിസ്റ്റന്റ് ഇൻകം നമുക്ക് കിട്ടുകയാണ്. കാരണം നമ്മുടെ അടിയിലുള്ള ആളുകൾ എന്താണ്, അവരുടെ ലെവൽ ഇൻകം കിട്ടാനായിട്ട് ഡെഫിനിറ്റ്ലി അവർ ട്രൈ ചെയ്യും. അവരെന്തായാലും 20 പേരെ കൊണ്ടുവരും. ഈ പറയുന്ന 20 പേര് എന്ത് ചെയ്യണം, അവർക്ക് ലെവലിംഗ് കിട്ടാനായിട്ട് അവര് ഇതേപോലെ ടീം ഡെവലപ്പ് ചെയ്യണം. ടീം ഡെവലപ്പ് ചെയ്യാൻ മാത്രമല്ല, അവരുടെ ഇൻവെസ്റ്റ്മെന്റും അവരുടെ ടോപ്പപ്പും ചെയ്യണം. അപ്പോ നമ്മുടെ ഡൗൺലൈനിൽ ഒരു ചെറിയൊരു അടുത്തൊരു 3-4 മാസം നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ടീം ക്രിയേറ്റ് ചെയ്യാനും നല്ല ഒരു ഇൻകം നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും.
അപ്പൊ ഇതൊരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ആണ് നമുക്ക് ഇവിടെ കമ്പനി തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങളുടേതായ സ്റ്റഡി ചെയ്യുക, പഠിക്കുക, മനസ്സിലാക്കുക. 4 വർഷമായിട്ടുള്ള കമ്പനിയാണ്. സ്വന്തമായിട്ട് ബ്ലോക്ക് ചെയിൻ ഉണ്ട്, സ്വന്തമായിട്ട് കോയിൻ ഉണ്ട്, സ്വന്തമായിട്ട് എന്താ പറയുക വാലറ്റ് ഉണ്ട്, സ്വന്തമായിട്ട് ഇപ്പൊ ഈ ഒരു ചാനലിൽ തന്നെ കുറെ കാര്യങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ അത് ഗോ ത്രൂ ചെയ്യുക. കമ്പനി കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഉള്ളതാണ്. കുറേയധികം ഇവന്റുകൾ കമ്പനി ചെയ്തിട്ടുണ്ട്. ഇനി കുറേയധികം യൂട്യൂബേഴ്സ്, ഏകദേശം 7,000-ലധികം യൂട്യൂബേഴ്സ് ആയിട്ട് കമ്പനി ടൈപ്പ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കമ്പനിയുടെ എന്താണ് മെയിൻ ഗോൾ എന്ന് പറയുന്നത് നമ്മുടെ ഇവരുടെ ഈ ഒരു കമ്പനിയുടെ കമ്മ്യൂണിറ്റി ഉണ്ട്, ബിലവ് കമ്മ്യൂണിറ്റി, BFIC കമ്മ്യൂണിറ്റി. അതിന്റെ ഒരു യൂട്ടിലിറ്റി പ്രൊജക്ട് ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. അണ്ടർസ്റ്റാൻഡ്? അപ്പോ ഈ ഒരു ആ ഒരു കോയിന്റെ ഒരു പ്രൈസ് അപ്പ് ചെയ്യാനായിട്ടാണ് കമ്പനി ഈ ഒരു പ്രൊജക്ട് തന്നെ കൊണ്ടുവന്നുള്ളത്. ഇപ്പൊ നമ്മൾ USDT കൊടുത്തിട്ടാണ് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മേ ബി ഇൻ ഫ്യൂച്ചർ എന്തായിരിക്കും ഇവിടെ നമുക്ക് ബി ലവ് എന്നുള്ള പറയുന്ന ഇവരുടെ കോയിൻ ഉപയോഗിച്ചിട്ടായിരിക്കും നമുക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ 2 സബ്സ്ക്രിപ്ഷൻ മെത്തേഡ് ഉണ്ട്. 121 ഉണ്ട്, അതുപോലെ തന്നെ 101 ഉണ്ട്. 101 ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 180 ആണ് നമുക്ക് കിട്ടുക. പക്ഷെ ബി ലവ് കോയിൻ ഉപയോഗിച്ചിട്ട്, കാരണം ഞാൻ പറഞ്ഞു ബി ലവ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ തന്നെ എക്കോസിസ്റ്റത്തിൽ വരുന്ന ഇവരുടെ ഓൺ കോയിൻ ആണ്. ഏതൊരു കമ്പനി ആയാലും അവരുടെ കോയിൻ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നോക്കുക അല്ലെ. അപ്പോ ഇവിടെ എന്താണ് $101 പ്ലസ് $20 വർത്ത് ആയിട്ടുള്ള ബി ലവ് എന്ന് വെച്ചാൽ 667 ബി ലവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താണ് $200 പ്രോഫിറ്റ് നമുക്ക് കിട്ടുക ചെയ്യാം. അപ്പോൾ ഈ ഒരു പാക്കേജ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് കൂടുതൽ എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു പാക്കേജ് നിലവിൽ ഇപ്പൊ ലൈവ് ആയിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബി ലവും USDT നമുക്ക് ഇവിടെ ആഡ് ചെയ്യുക. വളരെ സിമ്പിൾ ആണ് ആഡ് ചെയ്യാനായിട്ട്. നമ്മൾ ഡാഷ്ബോർഡിൽ പോകുന്നു അല്ലെ. ഡാഷ്ബോർഡിൽ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓൾറെഡി സബ്സ്ക്രിപ്ഷൻ എടുത്ത ആളാണ്. ഓക്കെ, ഡാഷ്ബോർഡിൽ പോകുന്നു, 9 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു, വാലറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു, അതിനുശേഷം ഫണ്ടിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതപ്പൊ എങ്ങനെയാണ് ഇതിൽ ഫണ്ട് ആഡ് ചെയ്യാന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി ഈ ഒരു ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതർ വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ഡെപ്പോസിറ്റിൽ പോകുന്നു. ഡെപ്പോസിറ്റ് അഡ്രസ് ഏതാണ്, കോയിൻ USDT ആണോ, USDT BP20 BSC മെയിൻനെറ്റ് സെലക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ QR കോഡ് അല്ലെങ്കിൽ ആ ഒരു ലിങ്കിലേക്ക് നിങ്ങൾക്ക് ഫണ്ട് ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പൊ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. എന്നിരുന്നാലും നമ്മൾ കാര്യം മനസ്സിലാക്കുക, ഒരിക്കലും നമുക്ക് എന്താ പറയാ ഒരു കടം മേടിച്ചിട്ടോ അല്ലെങ്കിൽ ഗോൾഡ് വെച്ചിട്ടോ വീട്ടിൽ പറയാതെ ഒരു പൈസ എടുത്തിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ അൺഎത്തിക്കൽ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒരിക്കലും ചെയ്യാതിരിക്കുക. ഓക്കെ, കാരണം അത് നമ്മൾക്ക് ഇതൊരു ഓൺലൈൻ ആയിട്ടുള്ള ബിസിനസ് ആണ്. അപ്പൊ അത്രമാത്രം നമുക്കൊരു $100 ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ആർക്കും എന്താണ് അത്ര വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല എന്ന് തോന്നുന്നു. ആയിട്ടുണ്ടോ? അപ്പൊ അത്ര തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ മാക്സിമം ടീം ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ നമുക്ക് പ്രോഫിറ്റ് വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് മലയാളികൾക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കിപ്പോ ഡെയിലി ഇപ്പോ 1% നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 1.5% കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ആദ്യത്തെ 1 മാസം 2 മാസം നോക്കി അതിനുശേഷം നമുക്ക് കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കും. അപ്പൊ അത് ചെയ്യാതിരിക്കുക, ഒരു ടീം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഇതൊക്കെ ഒരു നമ്മുടെ ടോട്ടൽ ഇൻകത്തിന്റെ 1% പോലും ഡോണ്ട് ഇൻവെസ്റ്റ് ഈവൻ 1% ഓഫ് ടോട്ടൽ അസറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റൈറ്റ് ഓർ നോട്ട്? അപ്പോ നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കുക, ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് മാത്രം ചെയ്തുകൊണ്ട് നല്ലൊരു ഇൻകം നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഇതൊരു എക്സ്ചേഞ്ച് ആണ്. 1-2 ദിവസം കഴിഞ്ഞിട്ട് നിൽക്കുന്നതല്ല. പക്ഷെ ഒരു $100 പാക്കേജ് എടുത്ത് നിങ്ങൾക്ക് ഇവിടെ സ്ലോലി ടീം ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്ക് ടോപ്പ് ചെയ്ത് നല്ലൊരു പോർട്ട്ഫോളിയോയിലേക്ക് ഡെഫിനറ്റ്ലി എത്താൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ്. കമ്പനി പ്ലാൻ ചെയ്യുന്നത് നമ്മൾ എന്താ ചിന്തിക്കുന്നത്, 1 മാസം 2 മാസം എന്നുള്ളതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. റൈറ്റ് ഒന്ന്. പക്ഷെ കമ്പനി പ്ലാൻ ചെയ്യുന്നത് അടുത്ത വർഷം എന്താ പറയുക 2026 ഫെബ്രുവരി 14 കമ്പനിയുടെ ആനിവേഴ്സറി വരുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് ആനിവേഴ്സറി ആയിരിക്കും. അതിനുശേഷം 2027 2028 ആവുമ്പോഴേക്കും 2028 ഫെബ്രുവരി ആകുമ്പോഴേക്കും ടോപ്പ് എന്താ പറയുക ക്രിപ്റ്റോ കറൻസി ഇൻ ദ വേൾഡ്, ടോപ്പ് 5 ക്രിപ്റ്റോ കറൻസി ഇൻ ദ വേൾഡ് എന്ന രീതിയിലേക്ക് മാറാനാണ് കമ്പനി എല്ലാ രീതിയിലും പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അതിനായിട്ട് കമ്പനി PSL അതുപോലെ തന്നെ കുറേയധികം ഇവന്റുകൾ കമ്പനി എല്ലാ ക്രിപ്റ്റോ ഇവന്റുകൾ കമ്പനി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അതുതന്നെ ബ്രാൻഡ് അംബാസഡേഴ്സിനെ കമ്പനി ഹയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് വലിയ രീതിയിൽ കമ്പനി ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു എക്സ്ചേഞ്ചിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ്, ഇപ്പൊ ബിനാൻസിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ് നിങ്ങൾക്ക് അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആവാൻ സാധിക്കുകയാണെന്ന് ചിന്തിക്കുക.
അല്ലെങ്കിൽ BNB കോയിൻ മേടിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിരുന്നു എന്ന് വിചാരിക്കുക 2016 ഇത് നിങ്ങളുടെ ലൈഫ് സെറ്റിൽ ആയിട്ടുണ്ടായിരിക്കും, റൈറ്റ് ഓർ നോട്ട്? സോ ദിസ് ഈസ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. ഇതേപോലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടാനില്ല, റൈറ്റ്? അപ്പൊ എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ചെറിയൊരു കമ്മ്യൂണിറ്റി കൂടിയുണ്ട്. അപ്പോൾ ഡെയിലി ഇതിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് എന്താണ്, നമ്മുടെ പല മീറ്റിംഗിലും, ഈ കമ്പനിയുടെ പല എന്താ പറയുക സൂം മീറ്റിംഗിലും അതുപോലെ തന്നെ പല സോഷ്യൽ മീഡിയയിലും ഇത് വളരെ വൈഡ് ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് ആണ്. അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് നമ്മളിവിടെ ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവരുടെ തന്നെ എക്സ്, അതുപോലെ തന്നെ ടിക്ടോർ ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. എക്സിൽ പോയി കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഓൺ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഈ പേജ് തന്നെ നമുക്ക് ഫോളോ ചെയ്യാനൊക്കെ സാധിക്കും. അപ്പൊ ഇവരുടെ എല്ലാ സോഷ്യൽ മീഡിയ നമുക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും, റൈറ്റ്? അതുപോലെ തന്നെ ട്വിറ്ററിലുണ്ട്, യൂട്യൂബിലുണ്ട്. അപ്പൊ ഇതൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോ എനിവേ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ടീമിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കുക. അപ്പോൾ മാക്സിമം ടീമിനെ ക്രിയേറ്റ് ചെയ്യാനും നല്ലൊരു എന്താ പറയുക ഇൻകം ഏൺ ചെയ്യാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.